എന്താ പൈക്ക് ഇറക്കി ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ഖുൽ ഹുവല്ലാഹു അപ്പൊ 14 വർഷത്തിന് ശേഷം കൊണ്ടോട്ടിയർച്ച വീണ്ടും ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ്. എന്റെ ബാഗ് കാണില്ലേ 3 എണ്ണം ഇന്നലെ വണ്ടിയിൽ ഇറക്കണങ്ങൾ കണ്ടില്ലേനോ, അത് കഴുകി കുളിപ്പിച്ച് എണ്ണ തേച്ച് കുട്ടപ്പനാണിതാ. ഇത്രയും ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് കൂടി കൊണ്ടോട്ടിയുടെ ടോക്കെടുക്കൽ കർമ്മം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. നിറച്ച സാധനം കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് സെറ്റ്. അബ്ദുൽ ഖാദർ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങളെ കൊണ്ടോട്ടിയർച്ചങ്ങൾക്ക് കാട്ടി തരുന്നത് എന്തുകൊണ്ടാണോ, നമ്മളെ പ്രവാസികളായ കുറെ ചങ്കാളുണ്ട് നമ്മളെ സ്നേഹിക്കണേ, ഓൽക്കും വേണ്ടിട്ടാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ജനങ്ങള് കൊണ്ടോട്ടിയർച്ചനെ വെറുതെ വിമർശിക്കുന്നില്ല, അതൊക്കെ ഒന്ന് കണ്ടാൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളെ കൊണ്ടോട്ടിയർച്ചയൊക്കെ തുടങ്ങുന്നത്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമ്മളെ തങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ട്. പോയി ഓപ്പറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചാൽ നാളെ തന്നെ ആ ചെറുപ്പക്കാരന്റെ ഓപ്പറേഷൻ നടത്താൻ കഴിയും. ഇല്ല എങ്കിൽ അത് വീണ്ടും മുന്നോട്ട് പോകും. അത് ആ ചെറുപ്പക്കാരന്റെ ജീവന് തന്നെ ആപത്താകും. കഴിയുന്ന ആളുകൾ ഇതിന്റെ ദയനീയാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കാം. ഒരുപാട് ചാരിറ്റി സേവനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നൊരു ചെറുപ്പക്കാരാണ്. ഒരുപാട് ആളുകളെ സഹായിച്ചിരുന്നൊരു ചെറുപ്പക്കാരനാണ്. വളരെയേറെ നന്മയുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒന്ന് ഒത്തുചേർന്ന് കൈകോർത്താണ് ഇൻഷാ അല്ലാഹ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ ചെറുപ്പക്കാരന്റെ ഓപ്പറേഷൻ നടത്താനും അദ്ദേഹത്തിന്റെ നിത്യജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. കഴിയുന്ന ആളുകൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആഘോഷങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഉച്ചമൊരുക്കുന്ന ഒരു നാണയത്തൊട്ടാണ് വന്നത്. കഴിയുന്നത് സഹായിച്ചിട്ടുണ്ടാകും. നാടിന്റെ ജീവൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ കാലപ്പഴിഞ്ഞ പ്രാർത്ഥനയും സ്നേഹവും സഹായവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സന്തോഷം എന്തെന്നറിയാൻ ആഘോഷങ്ങൾ കുറച്ച് കാലങ്ങളായി